ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് 2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 ടീസ്പൂണ് അരിപ്പൊടി, അതായത് പുട്ടുപൊടിയാണ് എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ ചെരുകിയിട്ട് അതിലേക്കൊരു കുറച്ച് നല്ല ജീരകവും പിന്നെ ഏലക്കായും കൂടി പൊടിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നാളികേരം ചേർക്കാം കേട്ടോ. അത് നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മടക്കിയൊരു ഷേപ്പിലാണ് ഉണ്ടാക്കണത്. ബോളായിട്ടോ ഓവൽ ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ്. മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. പിന്നെ നമ്മൾ വൈകിട്ടൊക്കെ കാപ്പി കുടിക്കാൻ ഇറങ്ങുമ്പോൾ ഒക്കെ ഷോപ്പുകളിലൊക്കെ ഇങ്ങനത്തെയൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ അത് നമ്മൾ ഒരുപാട് ഓയിലൊക്കെ ആയിട്ടാവും ഉണ്ടാക്കുക. ഞാനിതൊരു ഗോൾഡ് വിന്നർ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അത് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് ആവുകയും ചെയ്യും. പിന്നെ ഈ അരിപ്പൊടി ചേർത്തത് കൊണ്ട്, അതായത് ഈ പുട്ടുപൊടി ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയായി കൂട്ടാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മൈദയുടെ വല്ലാണ്ടൊരു ടേസ്റ്റ് കിട്ടില്ല, നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആരെങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ എല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിതൊരു 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തതും കൂടി ഒരു ട്രിപ്പ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോനിത് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ അവനിത് എന്നോട് സ്കൂളിലേക്ക് പോകുമ്പോഴേ പറഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് കറണ്ട് പോയിട്ടോ, അത് കാരണമാണ് ശരിക്കും കാണിക്കാൻ പറ്റാത്തത്.